എറണാകുളം, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലം. ആലുവ, കുന്നത്തുനാട്, അങ്കമാലി, ചാലക്കുടി തുടങ്ങിയതായ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ ചാലക്കുടിയുടെ പ്രത്യേകത എക്കാലവും UDFനെ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ്. എന്നാൽ അത് സ്ഥായിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവമാണെന്ന് പറയുക വയ്യ. 2014 നടന്നതായ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കുന്നതായിട്ടുള്ള ശ്രീ ബെന്നി ബെഹനാൻ UDF സ്ഥാനാർത്ഥിയെ അന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായ പ്രശസ്തനായ സിനിമാ താരം ഇന്നസെന്റ് പരാജയപ്പെടുത്തുകയുണ്ടായി. എന്നാൽ 2019 ആയപ്പോൾ അതേ രീതിയിൽ രണ്ട് സ്ഥാനാർത്ഥികൾ വീണ്ടും ബെന്നി ബെഹനാനും ഇന്നസെന്റും തമ്മിൽ മത്സരിച്ചപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ ഇന്നസെന്റിനെ പരാജയപ്പെടുത്തി. അങ്ങനെ നോക്കുമ്പോൾ മാറിയും മറിഞ്ഞും UDFനും LDFനും അനുകൂലമായി നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഈ മണ്ഡലത്തിന് ഉണ്ട് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ശരി. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,32,224 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിലവിലെ MP ആയ ശ്രീമാൻ ബെന്നി ബെഹനാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. അന്ന് അദ്ദേഹം ഏകദേശം 47.8% വോട്ടുകൾ കരസ്ഥമാക്കിയപ്പോൾ ഇന്നസെന്റിന് വെറും 34.45% വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ താരതമ്യേന മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥി വളരെ അപ്രസക്തി ഉള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ പ്രാവശ്യം മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് അവർ BDJSന് വിട്ടുകൊടുത്ത ഒരു സീറ്റ് എന്ന നിലയിൽ BDJSന്റെ ഒരു K ഉണ്ണികൃഷ്ണനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്നാൽ LDFന്റെ മുന്നണിയായി ഒരു പുതിയ സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ മുൻപ് മത്സരിച്ചിട്ടുള്ള ആളല്ല. എന്നാൽ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് 5 വർഷം ഒന്നാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. ശ്രീ രവീന്ദ്രനാഥിനെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പറയുന്ന ബെന്നി ബെഹനാനെതിരായ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിട്ടുള്ളത്. ഇപ്പോൾ മത്സരം നടക്കുന്നത് നിലവിലുള്ള MP ആയ ശ്രീ ബെന്നി ബെഹനാനും മുൻ MLAയും മന്ത്രിയുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥും NDA മുന്നണിയിലെ ഘടകകക്ഷിയായ BDJSന്റെ പ്രതിനിധിയായി K. ഉണ്ണികൃഷ്ണനും തമ്മിലാണ്. BDJS ഒക്കെ നമുക്കറിയാവുന്ന പോലെ ഒരു അഭിമാനത്തിന്റെ പേരിൽ മത്സരിക്കുന്നു എന്നതൊഴിച്ചാൽ BDJSനൊന്നും അവിടെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ പ്രത്യേകമായി കാണേണ്ടതായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആലുവ പ്രദേശത്ത് അല്ലെങ്കിൽ കിഴക്കമ്പലം പ്രദേശത്ത് പ്രാദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ സാധ്യമല്ല. ഒരു പ്രാദേശിക സംഘമുണ്ട്, 2020 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘം. അവർ ആലുവയിലും കുന്നത്തുനാടിലും ഒക്കെ ചില പഞ്ചായത്തുകൾ ഭരിക്കുന്നതായിട്ടുള്ള ഒരു പ്രാദേശിക പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അംഗീകാരമൊന്നുമില്ല. അവർ സ്വയം കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് 2020 എന്ന മട്ടിൽ പേര് കൊടുത്ത് അതിൻ്റെ പേരിൽ കുറെ സ്ഥാനാർത്ഥികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിച്ച് വിജയിപ്പിച്ചിട്ടുള്ളവരാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണ ഇല്ല. കുറെ ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. കിഴക്കമ്പലത്തെ പ്രശസ്തമായ കിറ്റക്സ് കമ്പനിയുടെ മുതലാളിയാണ് ആ പ്രസ്ഥാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ മറ്റു പാർട്ടികൾക്കുണ്ടാക്കാം എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായ വലിയ അട്ടിമറിയൊന്നും സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവർക്ക് ചില സ്ഥാനാർത്ഥികളെ
ഒരു നേരിയ തോതിലെങ്കിലും ഉപദ്രവിക്കാൻ കഴിയും. അതിന്റെ ദോഷം സംഭവിക്കുന്നത് ഇപ്പോഴത്തെ വിലയിരുത്തലിൽ UDFന്റെ സ്ഥാനാർത്ഥിക്കായിരിക്കുമോ എന്ന് സംശയമുണ്ട്. അതിനെക്കുറിച്ചും വ്യക്തമായി ഒരു വിധി എഴുതുന്നതിന് സമയമായിട്ടില്ല. ഇനിയും ഏതാണ്ട് 3 ആഴ്ചയിലധികം ദിവസങ്ങളുണ്ട്. അതിനകം എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുക വയ്യ. പൊതുവെ UDFന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. ബെന്നി ബെഹനാനെ സംബന്ധിച്ചും വലിയ കാര്യമായിട്ടുള്ള ആക്ഷേപങ്ങളോ പരാതികളോ നാളിതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിലൊക്കെ നന്നായി ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആലുവ പ്രദേശത്തൊക്കെ, പെരുമ്പാവൂർ തുടങ്ങിയതായ പ്രദേശങ്ങളിലൊക്കെ കേരളത്തിൽ ഏറ്റവും അധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുള്ള മരവ്യവസായമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കുന്നത്തുനാട്, ഈ ആലുവ തുടങ്ങിയതായിട്ടുള്ള മണ്ഡലങ്ങളിലുള്ള ആളുകളുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടെ അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ആളുകളുടെ റബ്ബർ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ നല്ല ഒരളവ് വരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ ബെന്നി ബെഹനാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വവും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുമൊക്കെ പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സി രവീന്ദ്രനാഥ്. ഒരു വ്യക്തി എന്ന രീതിയിൽ പൊതുവെ വലിയ വിവാദത്തിലൊന്നും പെട്ട ആളല്ല. മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം വളരെ ശാന്തനായി അദ്ദേഹത്തിന്റെ വകുപ്പ് ആവുന്നത്ര ഭംഗിയായി ഭരിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ മത്സരം ഒരു കന്നി മത്സരമാണ്. അദ്ദേഹത്തിന് അവിടെ പൊതുവായി ആ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നും ആ തരത്തിലൊരു വലിയ സ്വാധീനമില്ല. അദ്ദേഹത്തിന്റെ പരിമിതമായ കൊടുങ്ങല്ലൂർ ആ പ്രദേശങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് സ്വാധീനമുള്ളത്. അവിടുത്തെ ഏറിയ പങ്ക് നിയമസഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ MLA-മാരായിരിക്കുന്നത്. അതിന്റെ ഒരു സൗകര്യം കൂടെ ബെന്നി ബെഹനാനുണ്ട്. ഏതായാലും ആ തെരഞ്ഞെടുപ്പ്, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ആക്ഷരികമായി LDFും UDFും തമ്മിലാണ്. BDJSന്റെ സ്ഥാനാർത്ഥി 3ാം മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. K ഉണ്ണികൃഷ്ണൻ BDJSന്റെ ഒരു മുൻനിര പ്രവർത്തകനാണ്. പക്ഷേ മണ്ഡലത്തിൽ രാഷ്ട്രീയമായോ മറ്റു തരത്തിലോ വലിയ സ്വാധീനം ചെലുത്താൻ പ്രാപ്തിയുള്ള ഒരാളല്ല, പാർട്ടിയുമല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. ഈ ബെന്നി ബെഹനാന്റെ നിലവിലുള്ള MP സ്ഥാനം അദ്ദേഹം ഉപയോഗിച്ച രീതിയൊക്കെ പരിഗണിക്കുമ്പോൾ കുറച്ച് പിൻബലം ലഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രൊഫസർ രവീന്ദ്രനാഥിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായി യാതൊരു ആക്ഷേപങ്ങളും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്നിലും LDF ശക്തമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു UDFന്റെ മണ്ഡലം എന്ന രീതിയിൽ ആണ് അത് അറിയപ്പെടുന്നത്. ആലുവയും കുന്നത്തുനാടും ഒക്കെയുള്ള MLA-മാരൊക്കെ UDFന്റെ MLA-മാരാണ്. അവിടെ നാമമാത്രമായി 1ഓ 2ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ മാത്രമേ ആ മണ്ഡലത്തിലുള്ളൂ. അങ്ങനെയുള്ള ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യവും കണക്കിലെടുക്കുമ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ UDFന് ഒരു വിജയം അത്ര വിദൂരത്തിലല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ വലിയ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകാൻ ആ മണ്ഡലത്തിൽ വിവാദപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ തരത്തിൽ കണക്കാക്കുമ്പോൾ ആ മണ്ഡലത്തിലെ LDFന്റെ ഒരു നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുവാനുള്ള സാധ്യത തന്നെ കാണേണ്ടിയിരിക്കുന്നു. LDFനെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ അവരൊരു ജീവൻ മരണ മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ആകമാനം. കാരണം അവരുടെ ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള സ്ഥാനം നിലനിർത്തണമെങ്കിൽ ആവുന്നത്ര MP-മാരെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത്രയും പ്രശസ്തം എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അവരുടെ ശത്രുക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് LDF മുന്നണിയും
വളരെ സജീവമായി രംഗത്തുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി ശ്രീ രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ തൃശ്ശൂരും ഇതുപോലെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നടക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി, ശ്രീ കെ മുരളീധരൻ, മുൻ CPI മന്ത്രിയായിരുന്ന ശ്രീ VS സുനിൽകുമാർ, അങ്ങനെ തൃശ്ശൂരും ചാലക്കുടിയും ആകെ ഇളകി മറിയുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിജയം ആർക്കെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. എന്തായാലും വളരെയേറെ വാശിയോടുകൂടെ മത്സരം തന്നെയാണ് രണ്ട് മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികപ്പറ്റാവുകയില്ല.